പൊന്നാനിയിൽ അപകടം വരുത്തിയ കപ്പൽ സഞ്ചരിച്ചത് കപ്പൽചാൽ ലംഘിച്ച്. കപ്പൽചാൽ വിട്ടുപായുന്ന കപ്പലുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഭീഷണിയാകുന്നു. തീരക്കടലിലേക്ക് കയറുന്ന കപ്പലുകളുടെ അപകടയാത്ര വരുത്തിവെക്കുന്നത് വലിയ ദുരന്തങ്ങളാണ്. ഞായറാഴ്ച രാത്രിയിൽ ചാവക്കാട് കടലിൽ പൊന്നാനി സ്വദേശിയുടെ ബോട്ടിൽ കപ്പലിടിച്ച 2 ജീവനുകൾ പൊലിയാനിടയായതും കപ്പലുകളുടെ പാത ലംഘിച്ചുള്ള സഞ്ചാരമാണ്. കപ്പലുകളുടെ നിയന്ത്രണ രേഖ ലംഘിച്ചുള്ള സഞ്ചാരത്തിൽ തകരുന്നത് ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ബോട്ടുകളും ഒപ്പം തൊഴിലാളികളുടെ ജീവനുമാണ്. തീരത്തു നിന്ന് 20 നോട്ടിക്കൽ മൈൽ വരെ അകലെയുള്ള അംഗീകൃത കപ്പൽചാലുകളിലൂടെയാണ് ഇവ സഞ്ചരിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം അപകടം നടന്നത് 17 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ്. കപ്പൽചാൽ ലംഘിച്ച് തീരക്കടലിലേക്ക് കയറുന്നതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. പലപ്പോഴും ഇത്തരത്തിൽ ബോട്ടുകളിലും വള്ളങ്ങളിലും ഇടിക്കുന്ന കപ്പലുകൾ നിർത്താതെ പോവുകയാണ്. എന്നാൽ ചാവക്കാടുണ്ടായ അപകടത്തിൽ ഇടിച്ച കപ്പൽ തിരിച്ചെത്തി അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയതായി തൊഴിലാളികൾ പറയുന്നുണ്ട്. നിർത്താതെ പോകുന്ന കപ്പലുകളെ പിന്നീട് കണ്ടെത്താൻ പലപ്പോഴും പ്രയാസകരമാണ്. വിദേശ കപ്പലുകളാണെങ്കിൽ അതിർത്തി കടന്നാൽ നടപടിയെടുക്കാനും കഴിയാറില്ല. വലിയ കപ്പലുകൾ കടന്നുപോകുന്നതിന് അനുസരിച്ച് 3 കിലോമീറ്ററോളം ഇതിൻ്റെ ഓളങ്ങളുണ്ടാകും. ഇത് അറിയാവുന്ന മത്സ്യത്തൊഴിലാളികൾ അധികവും ഈ പരിധി താണ്ടാറുമില്ല. എന്നാൽ ചാൽവിട്ട് കപ്പൽ തീരക്കടലിലേക്ക് ഇറങ്ങുമ്പോൾ ഓളങ്ങൾ കൂടുതലായി തീരത്തോടടിക്കും. ഇതിന്റെ പ്രഹരത്തിൽ ചെറുവള്ളങ്ങൾ തലകുത്തനെ മറിയും. വിവരം പലതവണ കോസ്റ്റൽ ഗാർഡിനെയും കോസ്റ്റൽ പോലീസിനെയും അറിയിക്കാറുണ്ടെങ്കിലും നടപടി ഉണ്ടാകാറില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. തീരക്കടൽ മത്സ്യബന്ധനത്തിന് പുറമെ വലിയ ബോട്ടുകൾ ആഴക്കടൽ മത്സ്യബന്ധനവും നടത്താറുണ്ട്. ഇത്തരം ബോട്ടുകൾ അപകട സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. തീരത്തുനിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയാണ് കടലിൽ ഇന്ത്യയുടെ അധികാര പരിധി. ടെറിട്ടോറിയൽ സീ എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് പരിശോധനയ്ക്ക് കോസ്റ്റ് ഗാർഡിനും കോസ്റ്റൽ പോലീസിനും അധികാരമുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷയൊരുക്കാൻ ചേർന്ന സംയുക്ത യോഗത്തിൽ പുറംകടലിൽ 24 മണിക്കൂർ നിരീക്ഷണവും പട്രോളിംഗും നടത്തുമെന്ന് കോസ്റ്റ് ഗാർഡും നാവികസേനയും ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ കൃത്യമായ പരിശോധനകൾ ഇപ്പോഴും നടക്കുന്നില്ല. നിരീക്ഷണങ്ങളില്ലാതെ വന്നതോടെ വിദേശ കപ്പലുകൾ തോന്നിയപടി തീരക്കടലിലേക്ക് കയറുകയാണ്. ഇതോടെ കടലിൽ പോകാൻ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഭയപ്പെടുന്നുണ്ട്. NCV ന്യൂസ്, പൊന്നാനി. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.